കൈലാസനാഥനായ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിയോടെ ഒരു കൂവളത്തില സമർപ്പിച്ചാൽ മാത്രം മതി ഭഗവാൻ പ്രസാദിക്കാൻ എന്നാണ് നമ്മുടെ വിശ്വാസം. ക്ഷിപ്രകോപിയും എന്നാൽ ക്ഷിപ്രപ്രസാദിയുമാണ് മഹാദേവൻ. പെട്ടെന്ന് ദേഷ്യം വരുന്നത് പോലെ തന്നെ പെട്ടെന്ന് കനിയുന്ന ദൈവവുമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഭോലാനാഥൻ എന്ന് വിളിക്കുന്നത്. നിഷ്കളങ്കനായ ദൈവം, ഭക്തൻ എന്ത് ചോദിച്ചാലും നൽകുന്ന ദൈവം. രാവണന് പോലും ചന്ദ്രഹാസം എന്ന വാളും ആയുസ്സും നൽകിയ കരുണാമയനാണ് അദ്ദേഹം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നിത്യേനയെന്നോണം അല്ലെങ്കിൽ തിങ്കളാഴ്ചകളിലോ പ്രദോഷ ദിവസങ്ങളിലോ ഒക്കെ ശിവക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ ശരിയായ രീതിയിലാണോ എന്ന്? പലപ്പോഴും നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിപരീത ഫലങ്ങൾ നൽകുന്നുണ്ട്. ഭഗവാൻ കോപിക്കാൻ അത് കാരണമാകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത്, ഭഗവാനെ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്റെ കാര്യം മാത്രം നടക്കുന്നില്ല എന്നാണ്. എന്നാൽ നമ്മൾ ചോദിച്ച രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച കാര്യത്തിലോ വന്ന പിഴവാകാം ഇതിന് കാരണം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ഒരു കാരണവശാലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. ഇത്രയും കാലം നമ്മൾ ചെയ്തത് തെറ്റായിരുന്നോ എന്ന് ചിന്തിക്കാം. പക്ഷേ ശാസ്ത്രം പറയുന്നത് സത്യമാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഇത് വെറുമൊരു അറിവല്ല, നിങ്ങളുടെ ഭക്തിക്ക് പൂർണ്ണത നൽകുന്ന, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ സഹായിക്കുന്ന വലിയൊരു രഹസ്യമാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവക്ഷേത്രം എന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നതാണ്. അവിടെയുള്ള ഊർജം വളരെ ശക്തമാണ്. ശിവലിംഗത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ചൈതന്യം അതിശക്തമാണ്. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പോലും പൂർണ്ണമായി ചുറ്റരുത് എന്ന് പറയുന്നത്, സോമസൂത്രം മുറിച്ചു കടക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ശക്തിയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് എത്രമാത്രം ശുദ്ധമായിരിക്കണം എന്ന് ഓർക്കുക. ഒന്നാമതായി, ശിവക്ഷേത്രത്തിൽ പോയി ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് നോക്കാം. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാം. നമ്മളെ ദ്രോഹിക്കുന്നവർ, നമുക്ക് പാരവെക്കുന്നവർ, നമ്മളെക്കുറിച്ച് അപവാദം പറയുന്നവർ. സ്വാഭാവികമായും മനുഷ്യരായ നമുക്ക് അവരോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നും. സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മൾ ക്ഷേത്രത്തിൽ ഓടിച്ചെല്ലും. എന്നിട്ട് ഭഗവാന്റെ നടയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും, ഭഗവാനെ, അവനെ നശിപ്പിക്കണേ, അവന് വലിയ ആപത്ത് വരുത്തണേ, അവനൊന്ന് നശിച്ചു കണ്ടാൽ മതിയായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് മഹാപാപമാണ്. ശിവന്റെ മുന്നിൽ നിന്ന് ഒരിക്കലും മറ്റൊരാളുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്. കാരണം എന്താണെന്നോ? ശിവൻ സംഹാരമൂർത്തിയാണ് എന്നത് സത്യം തന്നെ. പക്ഷേ അത് ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങളെ സംഹരിക്കാനാണ്, അല്ലാതെ നമ്മുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനല്ല. നിങ്ങൾ ഒരാളുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അശുദ്ധമാകുകയാണ്, നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയുകയാണ്. ക്ഷേത്രം എന്നത് പോസിറ്റീവ് ഊർജത്തിന്റെ കേന്ദ്രമാണ്. അവിടെ നിന്ന് നെഗറ്റീവ് ചിന്തിച്ചാൽ അത് ബൂമറാങ് പോലെ തിരിച്ച് നിങ്ങളെ തന്നെ വന്നടിക്കും. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ നാശം ആഗ്രഹിച്ചത് അതിന്റെ ഇരട്ടി ദോഷം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ വന്നേക്കാം. ഭഗവാൻ സ്നേഹസ്വരൂപനാണ്. തന്റെ മക്കൾ തമ്മിൽ തല്ലുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത പിതാവാണ് അദ്ദേഹം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശത്രുക്കൾ കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് പ്രാർത്ഥനയുടെ രീതി മാറ്റേണ്ടത്. ഭഗവാനെ, എന്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ശത്രുദോഷം മാറാൻ പ്രാർത്ഥിക്കാം, അല്ലാതെ ശത്രു മരിക്കണം എന്ന് പ്രാർത്ഥിക്കരുത്. ഭഗവാൻ മൃത്യുഞ്ജയനാണ്, മരണത്തെ ജയിച്ചവനാണ്. മാർക്കണ്ഡേയനു വേണ്ടി കാലനെപ്പോലും ചവിട്ടി മരിച്ചവനാണ്. ആ ഭഗവാനോട് എനിക്ക് ആയുസ് തരണേ, ആരോഗ്യം തരണേ, എന്നെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരണേ എന്ന് വേണം ചോദിക്കാൻ. അതാണ് സാത്വികമായ പ്രാർത്ഥന. അത്തരം പ്രാർത്ഥനകൾ ഭഗവാൻ വേഗത്തിൽ കേൾക്കും. രണ്ടാമതായി, ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് നോക്കാം. ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അത്യാഗ്രഹത്തോടെയുള്ള ഭൗതിക സമ്പത്ത് ശിവനോട് ചോദിക്കരുത്. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ജീവിക്കാൻ ആവശ്യമായ പണം ചോദിക്കുന്നതിൽ തെറ്റില്ല, കടം തീർക്കണേ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ശിവൻ ത്യാഗത്തിന്റെ മൂർത്തിയാണ്. സ്വർണമോ പട്ടോ ഒന്നും ധരിക്കാതെ ഭസ്മം പൂശി പുലിത്തോലിലിരിക്കുന്ന വൈരാഗിയാണ് അദ്ദേഹം. ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശ്മശാനത്തിൽ വസിക്കുന്ന ദൈവം. അങ്ങനെയുള്ള ഭഗവാന്റെ മുന്നിൽ ചെന്നിട്ട് എനിക്ക് ലോട്ടറി അടിക്കണം, എനിക്ക് അനധികൃതമായി പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ കുറുക്കുവഴിയിലൂടെ കോടീശ്വരനാകണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് ഉചിതമല്ല. മഹാലക്ഷ്മിയോടോ കുബേരനോടോ ഒക്കെ ചോദിക്കുന്നത് പോലെ ശിവനോട് ചോദിക്കരുത്. ശിവൻ തരുന്നത് സമാധാനമാണ്, തൃപ്തിയാണ്. ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കാനുള്ള മനസ്സാണത്. ഭഗവാൻ കുബേരന്റെ യജമാനനാണ് എന്നത് ശരിയാണ്. ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. പക്ഷെ ഭക്തന്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം നൽകും. രാവണൻ ശിവഭക്തനായിരുന്നു. അവൻ ഭഗവാനോട് ചോദിച്ചത് അധികാരവും ശക്തിയുമാണ്. ഭഗവാൻ അത് നൽകി. പക്ഷേ ആ അഹങ്കാരം അവനെ നശിപ്പിച്ചു. എന്നാൽ മാർക്കണ്ഡേയൻ ചോദിച്ചത് ആയുസ്സും ഭക്തിയുമാണ്. അവന് ചിരഞ്ജീവിത്വം ലഭിച്ചു. കണ്ടില്ലേ വ്യത്യാസം? അത്യാഗ്രഹം നാശത്തിലേക്കും ഭക്തി മോക്ഷത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനെ, എനിക്ക് കുടുംബത്തിൽ സമാധാനം തരണേ, രോഗങ്ങൾ മാറ്റിച്ചു തരണേ, നല്ല ബുദ്ധി തരണേ എന്ന് പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ള ശരീരവും സമാധാനമുള്ള മനസ്സുമുണ്ടെങ്കിൽ സമ്പത്ത് തനിയെ വരും. അത്യാഗ്രഹത്തോടെയുള്ള പ്രാർത്ഥനകൾ ഭഗവാന് ഇഷ്ടമല്ല എന്നോർക്കുക.
മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനയോടൊപ്പം നമ്മൾ സമർപ്പിക്കുന്ന വഴിപാടുകളും നേർച്ചകളുമാണ്. ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തരാം എന്ന് പറഞ്ഞ് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കാര്യം നടന്നാൽ ഞാൻ കൈതപ്പൂവ് കൊണ്ട് മാലയിടാം എന്ന്, അല്ലെങ്കിൽ ശംഖ് കൊണ്ട് അഭിഷേകം നടത്താം എന്ന്. ശിവക്ഷേത്രത്തിൽ ഇതൊക്കെ നിഷിദ്ധമാണ് എന്ന് പലർക്കും അറിയില്ല. കൈതപ്പൂവ് ശിവപൂജയ്ക്ക് എടുക്കാറില്ല. അതിനൊരു പുരാണ കഥയുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് വലിയവൻ എന്ന തർക്കമുണ്ടായി. അപ്പോൾ ശിവൻ വലിയൊരു ജ്യോതിർലിംഗമായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതിന്റെ ആദിയും അന്തവും തുടക്കവും ഒടുക്കവും കണ്ടുപിടിക്കുന്നവരാണ് വലിയവൻ എന്ന് ശിവൻ പറഞ്ഞു. വിഷ്ണു പന്നിയുടെ രൂപത്തിൽ താഴേക്കും ബ്രഹ്മാവ് അരയന്നത്തിന്റെ രൂപത്തിൽ മുകളിലേക്കും പോയി. വിഷ്ണുവിന് അടിഭാഗം കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തോൽവി സമ്മതിച്ചു. പക്ഷെ ബ്രഹ്മാവ് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു കൈതപ്പൂവിനെ കണ്ടു. ബ്രഹ്മാവ് കൈതപ്പൂവിനോട് കള്ളം പറയാൻ ആവശ്യപ്പെട്ടു. താൻ ശിവലിംഗത്തിന്റെ മുകളിൽ കണ്ടുവെന്ന് ശിവനോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു. കൈതപ്പൂവ് അതനുസരിച്ചു. ശിവന്റെ മുന്നിൽ വെച്ച് ബ്രഹ്മാവ് കള്ളം പറഞ്ഞു. കൈതപ്പൂവ് സാക്ഷിയും പറഞ്ഞു. ഇതിൽ കോപിച്ച ശിവൻ ബ്രഹ്മാവിനെയും കൈതപ്പൂവിനെയും ശപിച്ചു. ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ ഇല്ലാതാകട്ടെ എന്നും കൈതപ്പൂവിന് മേലിൽ തന്റെ പൂജയ്ക്കെടുക്കില്ല എന്നും ശിവൻ അരുളി ചെയ്തു. അതുകൊണ്ട് അറിയാതെ പോലും കൈതപ്പൂവ് ശിവന് സമർപ്പിക്കരുത്. അത് ശാപത്തിന് കാരണമാകും. അതുപോലെ ശംഖ് കൊണ്ട് ശിവന് അഭിഷേകം ചെയ്യാറില്ല. ശംഖചൂടൻ എന്ന അസുരനെ ശിവൻ വധിച്ചതാണ്. ശംഖചൂടന്റെ അസ്ഥികളിൽ നിന്നാണ് ശംഖുണ്ടായത്. അതുകൊണ്ട് വിഷ്ണുവിന് ശംഖാഭിഷേകം പ്രിയങ്കരമാണെങ്കിലും ശിവന് അത് പാടില്ല. തുളസിയും സാധാരണയായി ശിവന് ഉപയോഗിക്കാറില്ല. തുളസി വിഷ്ണുപ്രിയയാണ്. ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ തുളസി ശിവന് അർപ്പിക്കാറുള്ളൂ. പകരം ഭഗവാന് ഏറ്റവും ഇഷ്ടം കൂവളത്തിന്റെ ഇലയാണ്. ഒരു കൂവളത്തില കൊണ്ട് അർച്ചന നടത്തിയാൽ കോടി പുണ്യമാണ്. സ്വർണമാല കൊടുക്കുന്നതിനേക്കാൾ ഭഗവാന് ഇഷ്ടം ഒരു ഭസ്മവും ഒരു കൂവളത്തിലയുമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും നന്ദികേശന്റെ, അതായത് ഭഗവാന്റെ വാഹനമായ കാളയുടെ മുന്നിലൂടെ നടന്നു പോകരുത്. ശിവലിംഗത്തിനുമിടയിലൂടെ ആരും നടക്കാൻ പാടില്ല. അത് നന്ദികേശന്റെ ദർശനം മറയ്ക്കുന്നതിന് തുല്യമാണ്. എപ്പോഴും വശത്തുകൂടി മാറി വേണം പോകാൻ. കൊമ്പുകൾക്കിടയിലൂടെ വേണം ശിവലിംഗത്തെ നോക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും എന്നാണ് വിശ്വാസം. നന്ദികേശന്റെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്ന ഒരു രീതിയും ചിലയിടങ്ങളിലുണ്ട്. ഭഗവാന്റെ ഏറ്റവും വിശ്വസ്തനായ ഭൃത്യനാണ്. ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണവും വളരെ പ്രധാനമാണ്. പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശിവലിംഗത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, അതായത് ഓവ് മുറിച്ച് കടക്കാൻ പാടില്ല. അങ്ങനെ കടന്നാൽ നമ്മുടെ ഊർജം നഷ്ടപ്പെടും. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. അപ്പോൾ ശിവന്റെ അമ്പലത്തിൽ പോകുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ലളിതമായ മനസ്സോടെ ചെല്ലുക. അഹങ്കാരം പാടില്ല. ഭഗവാന്റെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല എന്ന തോന്നൽ വേണം. ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുക. ഭഗവാനെ എന്റെ തെറ്റുകൾ ക്ഷമിക്കണേ എന്ന് മാത്രം ചോദിക്കുക. അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ തീർത്തു തരണേ എന്ന് ചോദിക്കുക. കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ പ്രാർത്ഥിക്കാം. മക്കൾക്ക് നല്ല ബുദ്ധി തോന്നാൻ പ്രാർത്ഥിക്കാം. ദീർഘായുസ്സിനായി പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഭഗവാൻ സന്തോഷത്തോടെ നൽകും. ഉമാമഹേശ്വരന്മാരെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ദാമ്പത്യ ഭദ്രതയ്ക്ക് ഏറ്റവും നല്ലതാണ്. തിങ്കളാഴ്ചകൾ ശിവന് പ്രധാനമാണ്. അന്ന് വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ പോകുന്നത് ഉത്തമം. പ്രദോഷ ദിവസം ക്ഷേത്രത്തിൽ പോയാൽ സകല പാപങ്ങളും തീരും. തിരുവാതിര നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം മുടക്കരുത്. പ്രിയപ്പെട്ടവരെ, ഭക്തി എന്നത് ഭയമല്ല, അത് സ്നേഹമാണ്. ശിവൻ സ്നേഹസ്വരൂപനാണ്. പക്ഷെ ആ സ്നേഹത്തെ നമ്മൾ ചൂഷണം ചെയ്യരുത്. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കരുത്. ശുദ്ധമായ മനസ്സോടെ ഒരു തുള്ളി വെള്ളം നിവേദിച്ചാൽ പോലും സന്തുഷ്ടനാകുന്ന ദൈവമാണ് മഹാദേവൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. അടുത്ത തവണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. മനസ്സിലെ ഭാരം കുറയുന്നതായും കാര്യങ്ങൾ ശുഭമായി നടക്കുന്നതായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും.